ഇപ്പം നമ്മൾ നേരത്തെ അങ്ങ് സംസാരിക്കുമ്പോൾ ഈ ഇറക്കുമതിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ ഭാരതത്തിൻ്റെ സംസ്കൃതി ഇവിടെ ഇപ്പം നേരത്തെ ഞാൻ ഈ കാണി അല്ലെങ്കിൽ മലയ പാരമ്പര്യങ്ങളെല്ലാം പറയുമ്പോൾ അത് ഇപ്പോൾ എല്ലാം ഇവിടെ ഉണ്ടായിരുന്ന പ്രാചീനമായ ആദിമ സംസ്കൃതി തന്നെയാണ്. പക്ഷേ ഇന്ന് ഒരു ഭേദം കൽപ്പിക്കാൻ വേണ്ടി പറയുന്ന ആളുകൾ ആദിമ സംസ്കൃതി എന്ന് പറയുന്ന സംസ്കൃതി പോലും കാളിയെയും ശിവനെയും ഗണപതിയെയും ഹനുമാനെയും കാണി ആചാരനായിട്ടുള്ള അശോകൻ കാണിജി പൂജ മുഴുവൻ കഴിഞ്ഞിട്ട് പറഞ്ഞത്, ഞാൻ ഹനുമാനെ വിളിച്ച് നിർത്തിയിട്ടുണ്ട്, ഹനുമാൻ നിന്ന് നടത്തി തരും നിങ്ങളുടെ ഈ ചടങ്ങ് മുഴുവൻ ഭംഗിയായിട്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ എല്ലാ സംസ്കൃതിയിലും ഒരേ ദേവതകൾ, വിവിധ ഭാഷകളിൽ വിവിധ രീതികളിൽ ഒരേ ആരാധനകൾ, ഒരേ സങ്കല്പം, ഇതാണ് നടന്നു പോകുന്നത്. എല്ലാവർക്കും ഇടുന്ന പേര് കാളി എന്നാണ്. കാളി അന്തർജനവും ഉണ്ട്, നമ്മൾ മറ്റുള്ള എല്ലാ സമുദായങ്ങളിലും എന്നുള്ള പേരുമുണ്ട്. അപ്പോൾ അങ്ങനെ സംഭാഷണത്തിൽ ചില പേരുകളൊക്കെ അതെല്ലാറ്റിലും ഉണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെയും പഴയ കാലത്തെ പേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് എന്നൊന്നും ആയിരുന്നു. അത് നാട്ടിലെ ഉച്ചാരണ ഭേദം കൊണ്ട് വരുന്ന അതാണ്. അപ്പോൾ അതൊക്കെ വരുന്നത് മാറ്റി നിർത്തിയാൽ ഈ സംസ്കൃതി, ഭാരത സംസ്കൃതി ഈ മണ്ണിലെ എല്ലായിടത്തും ഒരുപോലെയുള്ളതാണ്. ഇറക്കുമതിക്കാരാണ് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും കമ്മ്യൂണിസവും ഒക്കെ. ഇവിടെ എന്തെങ്കിലും ഒളിച്ചു കിടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതൊക്കെയാണ്. അപ്പം അതിനകത്ത് തൊളിച്ചാരിയിട്ടാണ് അയ്യോ ഉത്തരേന്ത്യ. വേറൊരു തമാശ, ആദ്യത്തെ പൂജ കൗള ശ്രാദ്ധം എന്ന് പറയുന്ന വീരസാധന ക്രിയയാണ്. അതിൽ അയിനിപ്പുള്ളി വൈശാഖ്ജി എന്ന് പറയുന്ന ഒരു ആചാര്യനാണ് അതിൻ്റെ സഹാചാര്യന്മാർ. ഒന്ന് പറവൂർ ശ്രീധരൻ തന്ത്രികളുടെ മരുമകനോ ഇതായിട്ടുള്ള ഒരു ഇത്, മറ്റേ ആൾ അഴകത്ത് ശാസ്ത്രശർമ്മൻ അദ്ദേഹത്തിൻ്റെ ഇതുപോലെ ജ്യേഷ്ഠൻ്റെ മകനോ എന്തായിട്ടില്ല. ഇത് രണ്ടുപേരാണ് സഹാചാര്യന്മാർ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇത് വീരസാധനയായതുകൊണ്ട് കൗളാചാരത്തിലായതുകൊണ്ട് ചുവന്ന വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ചിത്രം കണ്ടിട്ട് പുരോഗമന ചർച്ചയാണ്, പൂജ ചെയ്യാൻ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളെ കിട്ടാനില്ല, അത് ഉത്തരേന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുകയാണെന്ന്. കാരണം വെള്ളം കൊണ്ടെടുത്തിട്ട് പൂജ ചെയ്യുന്നതാണ് അവർ കണ്ടിട്ടുള്ള ചില ചിത്രങ്ങളിലൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ ഇത് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും പാരമ്പര്യങ്ങളുണ്ട്, ഇത്രയും സംസ്കൃതി ഉണ്ടെന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അല്ല, അറിയാത്തത് മാത്രമല്ല, തമസ്കരിക്കപ്പെട്ടു അവരുടെ ബുദ്ധിയിൽ നിന്ന്. ഈ ആദിമ സംസ്കൃതി എന്ന് പറയുന്നത് ഒരു വിഭജന രാഷ്ട്രീയമാണത്. അതെ, അല്ല, എല്ലാം ആദിമ സംസ്കൃതി തന്നെയാണ്. ഞാൻ കുറച്ച് വർഷം വെച്ചാൽ ഒത്തിരി വർഷം മുന്നേ ഈ വയനാട്ടിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, അപ്പോൾ നമ്മൾ ഈ വീടുകളിലാണ് താമസിക്കുന്നത്, പോകുന്ന സ്ഥലത്തെ പ്രവർത്തകരുടെ ഇടയിൽ. അപ്പോൾ ഒരു വീട്ടിൽ താമസിച്ചപ്പം വീട്ടുകാരന് കൃഷിഭൂമിയൊക്കെയാണ് വയനാട്ടിലെ ഏറ്റവും പിന്നാക്കം എന്ന് പറയപ്പെടുന്ന, ഞാൻ ഈ പിന്നാക്കം എന്ന് പറയുമ്പോൾ ആ വാക്ക് പറയപ്പെടുന്ന, വാസ്തവത്തിൽ അങ്ങനെ പിന്നാക്കം ഇല്ലല്ലോ, മുന്നാക്കവും ഇല്ല. ഇപ്പൊ പിന്നാക്കം വനവാസികളിൽ തന്നെ പിന്നാക്കം അവിടെയുണ്ട് ഈ ശ്രേണി പണ്ട്. അപ്പോൾ അതിലെ പിന്നാക്കം എന്ന് പറയപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഒരാളുടെ വീട്ടിലാണ് താമസിച്ചത്. അപ്പം നമ്മളിവിടുന്ന് കേരള താഴെ നാട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഈ ആദിവാസി, വനവാസി എന്നല്ല പറയുക, ആദിവാസി, അവർ നല്ല പേരിടാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല, നല്ല വിശ്വാസം പാടില്ല, പ്രാകൃതമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടനോട് വീട്ടുകാരനോട് പേര് ചോദിച്ചു, എന്താ ചേട്ടൻ പേര്? എൻ്റെ പേര് നഞ്ചുണ്ടൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയാണല്ലോ, ഈ താഴെ നാട്ടിലെ പ്രൊഫസർമാരും ബുദ്ധിജീവികളും പറഞ്ഞത് ശരിയാണ്, അത് അത്ര വൃത്തികെട്ട പേരാ, നമുക്കൊരു സാധാരണ മലയാളിക്ക് ഇടുന്ന പേരല്ല നഞ്ചുണ്ടൻ. ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് ഇപ്പം ഞാൻ കേട്ടത് നേരാണല്ലോ, ഈ ബുദ്ധിജീവികളൊക്കെ ഞങ്ങളോട് പറഞ്ഞത് നേരാണല്ലോ, ഈ നഞ്ചുണ്ടനല്ല ഇച്ചിരി നല്ല പേരിട്ടുകൂടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചേട്ടനോട് ആരാ പറഞ്ഞാൽ എൻ്റെ പേര് മോശമാണെന്ന്, നഞ്ചെന്ന് വെച്ചാൽ എന്താണെന്ന് എന്നോട് ചോദിച്ചു. അപ്പം നമുക്ക് ഈ തോട്ടിൽ നഞ്ച് കലക്കി മീൻ പിടിക്കുന്ന രീതി അറിയാം. അപ്പം നമ്മളത് വിഷം, അത് ഉണ്ടവനാരാ? അത് ശിവൻ. എൻ്റെ പേര് ശിവൻ്റെ പേരല്ലേ, നഞ്ചുണ്ടെന്ന് പറഞ്ഞാൽ പരമശിവൻ എന്നാണ് അർത്ഥം. ഇത് പിന്നെ ആദ്യം വേറെ പുതിയത് വേറെ ഒന്നും ഇല്ല. ഈ ഒരേ സംസ്കൃതി ഇവിടെ ഇപ്പോൾ സ്വാമിജി പറഞ്ഞ പോലെ തന്നെ കാലത്തിനനുസരിച്ചോ ദേശത്തിനനുസരിച്ചോ ഭാഷയ്ക്കനുസരിച്ചോ ചെറിയ ചെറിയ മാറ്റം ഉണ്ടാവും. വാസ്തവത്തിൽ ഒരേ പാരമ്പര്യവും ഒരേ സംസ്കാരവും തന്നെയാണ്. അല്ല, ഈ നഞ്ചുണ്ടൻ എന്നുള്ള പേര് ഇന്ന് പറയുന്ന രീതിയിലുള്ള സാമുദായികമായി ഇന്നത്തെ കാലത്ത് പറയുന്ന ഉയർന്ന ശ്രേണികളിലുള്ളവർക്ക് തന്നെ തമിഴ്നാട്ടിലൊക്കെ ഉള്ള പേരാണ്, കർണാടകത്തിലൊക്കെ ഉള്ള പേരാണ് നഞ്ചുണ്ടൻ എന്നുള്ള പേര്. രണ്ടാമത് ഈ ആളുകളെയൊക്കെ ഒരുമിച്ച് ഇപ്പം ഞാൻ നേരത്തെ ക്രിയകളുടെ ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് സ്ഥിതി ഒരു പാരമ്പര്യത്തിൽ ചെയ്ത് സ്ഥിതിയുടെ സംഹാരത്തിലേക്ക് കൈമാറാൻ അവർക്ക് അറിയാം. സ്ഥിതിയിലെ സംഹാരം ചെയ്യുന്നത് വേറെ ആളാണ്. അപ്പം ആ ഒരു ക്രമവും ഇവരുടെ ഇടയിലുണ്ട്.
അതെ അതെ ഈ അവിടെ ഇതിന് നടക്കുമ്പോൾ, അതായത് നമ്മുടെ അടുത്ത് വന്നിട്ട് പോലീസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു ഞങ്ങൾക്കിതിൻ്റെ ഷെഡ്യൂൾ പോലും തന്നിട്ടില്ല. അപ്പോൾ ദാമോദർജിയാണ് നമ്മുടെ വർക്കിംഗ് ചെയർമാൻ, അത് ഫെബ്രുവരി 4 തരാം. ഷെഡ്യൂൾ ആവുന്നത് എല്ലാം കഴിഞ്ഞാലേ ഉള്ളൂ. ഓരോ ദിവസവും ഓരോരോ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കാവുകളിലെ വെളിച്ചപ്പാടുമാർ തുള്ളി വന്നു. അവർ പറയുന്നത് മാമാങ്ക കുളി കഴിഞ്ഞ് കുടിയിരുന്ന ദേവതമാരാണ് അവിടെയുള്ള മുഴുവൻ ദേശദേവതകളും എന്നാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വൈദിക സംസ്കൃതി, വേദവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ കേട്ടുപാടുന്നത്, മറുഭാഗത്ത് മലബാരത്തിൻ്റേതായിട്ടുള്ള വലിയൊരു ദേശീയമായിട്ടുള്ള സംസ്കൃതി, അതായത് വൈദികമായും താന്ത്രികമായും ശാബരമായും ഒക്കെ എല്ലാം ഒന്നാണ്.